നമസ്കാരം. ഇഡിക്ക് മുന്നിൽ വീണ വിജയൻ ഹാജരാകില്ല. അറസ്റ്റ് ഭയന്ന് പിണറായി മകൾ. കടുത്ത പ്രതിസന്ധിയിൽ വിജയൻ. രാഷ്ട്രീയ കേരളത്തെ പിടിച്ചുകുലുക്കിയ കരിമണൽ കമ്പനി മാസപ്പടി കേസിൽ കേന്ദ്ര അന്വേഷണ ഏജൻസിയായിട്ടുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കടുത്ത നീക്കങ്ങൾക്ക് മുന്നിൽ മുൻ മുഖ്യമന്ത്രിയും നിലവിലെ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള പിണറായി വിജയന്റെ കുടുംബം അക്ഷരാർത്ഥത്തിൽ വലിയ പ്രതിസന്ധിയിലാവുകയാണ്. നാളെ കൊച്ചിയിലെ അന്വേഷണ ഏജൻസി ആസ്ഥാനത്ത് ചോദ്യം ചെയ്യലിനായി ഹാജരാകാൻ നോട്ടീസ് ലഭിച്ചിരുന്ന പ്രതിപക്ഷ നേതാവിന്റെ മകളും IT കമ്പനി ഉടമയുമായിട്ടുള്ള വീണ തൈക്കണ്ടിയിൽ നാളെ ഹാജരാകില്ല എന്ന് ഔദ്യോഗികമായിട്ട് അറിയിച്ചിരിക്കുന്നു. പെട്ടെന്നുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണമാണ് നാളെ എത്താൻ സാധിക്കാത്തത് എന്നും മറ്റൊരു ദിവസം ചോദ്യം ചെയ്യലിന് ഹാജരാകാമെന്നും കാണിച്ച് വീണ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് അടിയന്തരമായിട്ട് തന്നെ ഇമെയിൽ സന്ദേശം അയച്ചിരിക്കുന്നു. എന്നാൽ വീണയുടെ ഈ നീക്കത്തെ നിയമപരമായി പ്രതിരോധിക്കുവാനും വൈകാതെ തന്നെ പുതിയൊരു തീയതി നൽകി ചോദ്യം ചെയ്യലിന് ഹാജരാക്കാൻ കടുത്ത നിയമ നടപടികളിലേക്ക് നീങ്ങാനുമാണ് അന്വേഷണ ഏജൻസിയുടെ തീരുമാനം. നാളെ ചോദ്യം ചെയ്യലിന് ഹാജരായാൽ കേന്ദ്ര ഏജൻസി അറസ്റ്റ് ചെയ്തേക്കുമെന്ന കടുത്ത ഭയമാണ് അവസാന നിമിഷം ഇമെയിൽ അയച്ച് മാറി നിൽക്കാൻ വീണ വിജയനെ പ്രേരിപ്പിച്ചത് എന്നാണ്. സാധാരണ ഇത്തരം കേസുകളിൽ അറസ്റ്റ് ഒഴിവാക്കാനായി പ്രതികൾ തന്നെ കോടതികളിൽ മുൻകൂർ ജാമ്യ ഹർജി നൽകുകയാണ് പതിവ്. എന്നാൽ ഈ കേസിൽ സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെ കേസ് രജിസ്റ്റർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിവരങ്ങൾ ഔദ്യോഗികമായിട്ട് ലഭിക്കാത്തത് കാരണം വീണയ്ക്ക് കോടതിയിൽ ഈ മുൻകൂർ ജാമ്യ ഹർജി നൽകാൻ സാധിക്കാത്ത നിയമപരമായിട്ടുള്ള വലിയ പ്രതിസന്ധിയാണ് നിലവിലുള്ളത്. അപ്പോൾ ഇതോടെ നിയമപരമായിട്ടുള്ള മറ്റ് സംരക്ഷണങ്ങളൊന്നും ലഭിക്കാതെ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിലേക്ക് നേരിട്ടെത്തുന്നത് കടുത്ത അപകടമാണ് എന്ന് ഇവിടെ ഈ പ്രതിപക്ഷ നേതാവിന്റെ കുടുംബവും അവരുടെ നിയമവിദഗ്ധരുമൊക്കെ വിലയിരുത്തപ്പെടുകയാണ്. അപ്പോൾ ഇല്ലാത്ത ചിലവുകൾ കാണിച്ച കള്ളപ്പണ ഇടപാടുകളും ക്രമക്കേടുകളും കരിമണൽ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്നുള്ള ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകളുടെ അടിസ്ഥാനത്തിലാണ് മുൻ മുഖ്യമന്ത്രിയുടെ മകളെ കേന്ദ്ര ഏജൻസി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത്. മുൻപ് കമ്പനി കാര്യ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തിയ വിശദമായിട്ടുള്ള അന്വേഷണത്തിലാണ് ഈ വൻ ക്രമക്കേടുകൾ കണ്ടെത്തിയത് എന്നുള്ളത്. സ്വകാര്യ കരിമണൽ കമ്പനിയിൽ നിന്നും വീണയ്ക്ക് 2,78,00,000 രൂപയും മറ്റൊരു ധനകാര്യ സ്ഥാപനത്തിൽ നിന്ന് 50 ലക്ഷം രൂപയുടെ വായ്പയും ലഭിച്ചിരുന്നു. ഈ കോടിക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ഇടപാടുകളിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ടോ എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രധാനമായിട്ടും അന്വേഷിക്കുന്നത്. ചോദ്യം ചെയ്യലിൽ നിന്ന് താൽക്കാലികമായിട്ട് ഒഴിഞ്ഞു മാറാൻ വീണ ശ്രമിക്കുമ്പോഴും കേസിലെ മറ്റ് പ്രധാന പ്രതികളെയും സാക്ഷികളെയും കൊച്ചിയിലെ ഓഫീസിലെത്തി ശക്തമായിട്ടുള്ള ചോദ്യം ചെയ്യൽ നടപടികളിലേക്ക് കേന്ദ്ര ഏജൻസി കടന്നു കഴിഞ്ഞു. കരിമണൽ കമ്പനിയായിട്ടുള്ള CMRL ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ, സീനിയർ മാനേജർ തുടങ്ങിയ പ്രമുഖരായിട്ടുള്ള ജീവനക്കാർ കൊച്ചിയിലെ ഓഫീസിൽ ചോദ്യം ചെയ്യലിനായി ഹാജരായിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവായിട്ടുള്ള പിണറായി വിജയന്റെ വീട്ടിലടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ അതിശക്തമായിട്ടുള്ള റെയ്ഡുകളിൽ അതിൽ നിന്നും ശേഖരിച്ച കമ്പ്യൂട്ടർ രേഖകൾ, ഡയറികൾ, ഡിജിറ്റൽ തെളിവുകൾ എന്നിവ മുന്നിൽ വെച്ചാണ് ഈ ജീവനക്കാരെ ഈ പറയുന്ന പോലെ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്യുന്നത്. കരിമണൽ കമ്പനിയിൽ നിന്ന് എന്ത് സേവനത്തിന്റെ അടിസ്ഥാനത്തിലാണ് മുൻ മുഖ്യമന്ത്രിയുടെ മകൾക്ക് പണം നൽകിയത് എന്ന് വ്യക്തമാകുന്ന അല്ലെങ്കിൽ വ്യക്തമാക്കുന്ന തരത്തിലുള്ള കൃത്യമായിട്ടുള്ള രേഖകൾ ഹാജരാക്കാൻ ജീവനക്കാരോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. കേസിലെ പ്രധാന സൂത്രധാരനായിട്ടുള്ള കരിമണൽ കമ്പനി മാനേജിംഗ് ഡയറക്ടർ ശശിധരൻ കർത്ത, അദ്ദേഹത്തിന്റെ പത്നി, അദ്ദേഹത്തിന്റെ മകൻ എന്നിവരുൾപ്പെടെ 9 പ്രമുഖർക്കാണ് ആദ്യഘട്ടത്തിൽ കേന്ദ്ര ഏജൻസി നോട്ടീസ് നൽകിയിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഇവരെല്ലാവരും ചോദ്യം ചെയ്യലിന് ഹാജരാകേണ്ടതുണ്ട്. ശശിധരൻ കർത്തയോട് വരുന്ന തിങ്കളാഴ്ച നേരിട്ട് ഹാജരാകാനാണ് കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത് കോടതി. ഇവർ നൽകുന്ന മൊഴികളും പിണറായി വിജയന്റെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത തെളിവുകളും ഒത്തുനോക്കുമ്പോൾ വലിയ രീതിയിലുള്ള പൊരുത്തക്കേടുകളും അന്വേഷണ സംഘം കണ്ടെത്തുകയാണ്. ഈ കള്ളപ്പണ കേസ് പ്രതിപക്ഷ നേതാവിനും ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ CPM-നും വലിയ തിരിച്ചടി തന്നെയാണ് സമ്മാനിക്കുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഭരണകക്ഷി നേതാക്കളും മറ്റ് രാഷ്ട്രീയ പാർട്ടികളും പ്രതിപക്ഷ സ്ഥാനത്ത് നിന്നുള്ള പിണറായി വിജയന്റെ രാജി ആവശ്യപ്പെട്ട് കടുത്ത സമരങ്ങളിലേക്ക് നീക്കാൻ ഇതിനോടകം തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. പാവപ്പെട്ട ജനങ്ങളുടെ പണം കള്ളപ്പണമായി വെളുപ്പിച്ച് എന്നുള്ളൊരു ഗുരുതരമായിട്ടുള്ള ആരോപണം നിലനിൽക്കുമ്പോൾ തന്നെ സ്വന്തം മകളെ സംരക്ഷിക്കുവാൻ മുമ്പ് ഭരണസമിതി അല്ലെങ്കിൽ ഭരണ പദവി ദുരുപയോഗം ചെയ്തു എന്ന ആക്ഷേപവും ശക്തമാണ്. പിണറായി വിജയന്റെ വീട്ടിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ നിയമ ചർച്ചകളാണ് ഇതേ ചൊല്ലി നടക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെയും ED നടത്തിയ പ്രാഥമിക പരിശോധനകളിലുമൊക്കെ ചോദ്യം ചെയ്യലിലും വീണ നൽകിയ മൊഴികളുമൊക്കെ നിലവിൽ ഏജൻസി ശേഖരിച്ച ശാസ്ത്രീയ തെളിവുകളും തമ്മിൽ നിരവധി പൊരുത്തക്കേടുകൾ ഉണ്ട് എന്നുള്ളതാണ് ED വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഇവിടെ ഇക്വിപ്മെന്റൽ റെന്റൽ, സോഫ്റ്റ്വെയർ മാത്രമല്ല ഇവർക്ക് സേവനങ്ങൾ നടത്തി എന്ന് പറയപ്പെടുന്നവരുടെ പേരിലാണ് പണം കൈപ്പറ്റിയിരിക്കുന്നത്. അങ്ങനെ കൈപ്പറ്റിയ പണത്തിന് കൃത്യമായ നികുതി രേഖകളോ കൃത്യമായുള്ള സേവനം നൽകിയതിന്റെ തെളിവുകളോ ഹാജരാക്കാൻ പ്രതിഭാഗത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പരസ്പര വിരുദ്ധമായിട്ടുള്ള മൊഴികൾ അറസ്റ്റിലേക്ക് നയിക്കുമെന്ന നിയമോപദേശത്തെ തുടർന്നാണ് നാളത്തെ ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിഞ്ഞു മാറിയതെന്ന് രാഷ്ട്രീയ എതിരാളികൾ അടക്കം ആരോപിക്കുന്നുണ്ട്. എന്തായാലും
ഇഡിക്ക് മുന്നിൽ വീണ വിജയൻ നാളെ ഹാജരാകില്ല എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. മാത്രമല്ല അറസ്റ്റ് ഭയക്കുന്നുണ്ട് പിണറായിയുടെ മകൾ. അതുകൊണ്ട് തന്നെ കടുത്ത പ്രതിസന്ധിയിലാകുന്ന വിജയൻ ഈ പറയുന്ന പോലെ പാർട്ടിക്കുള്ളിൽ ഒറ്റപ്പെടുന്നു എന്നുള്ള ഒരു രീതി കൂടി ഉണ്ടാവുകയാണ്.